നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുത്തുമെന്ന് CPI ലോക്കൽ സെക്രട്ടറി പറയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം ദേവികുളത്ത് സർവേ നമ്പർ 20/1-ൽപ്പെട്ട ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന ഷെഡ് പൊളിച്ചു നീക്കുന്നതിനിടെ. എന്നാൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും CPI ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ്. കേരള കോൺഗ്രസിന് LDF-ൽ അർഹമായ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. ഏതെങ്കിലും ഒരു കക്ഷിക്ക് മുന്നണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി തോന്നിയിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കൂട്ടായി പരിശോധിച്ചു വരികയാണെന്നും ജോസ് പാലത്തിനാൽ. നെടുങ്കണ്ടത്തെ KSEB ഓഫീസ് കെട്ടിടത്തിന്റെ വാടകയടയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ട സംഭവത്തിൽ വാടക കുടിശ്ശികയില്ലെന്ന് വ്യക്തമാക്കി KSEB. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിന്റെ വാടക അടച്ചിട്ടില്ലെന്നാരോപിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം. ഗ്യാപ് റോഡിൽ വാഹനങ്ങളിൽ അപകട അഭ്യാസ പ്രകടനത്തെ തുടർന്ന് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഗ്യാപ് റോഡിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് RTOയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുത്തുമെന്ന് CPI ലോക്കൽ സെക്രട്ടറി പറയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ദേവികുളത്ത് സർവേ നമ്പർ 20/1-ൽപ്പെട്ട ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന ഷെഡ് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് സംഭവം. എന്നാൽ താൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും CPI ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് പ്രതികരിച്ചു. മൂന്നാർ ഒഴിപ്പിക്കലും കയ്യേറ്റ നടപടികളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPIയുടെ ലോക്കൽ സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരെ രംഗത്തെത്തിയത്. ദേവികുളത്ത് സർവേ നമ്പർ 20/1-ൽ ഷെഡ് വെച്ച് താമസിച്ചിരുന്ന ആളുകളെ ഒഴിപ്പിക്കാനാണ് റവന്യൂ അധികാരികളെത്തിയത്. ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമ്പോഴാണ് CPI ദേവികുളം ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിപ്പെടുത്തലുമായി എത്തിയത്. എനിക്കറിയാം കളക്ടറെ വിളിച്ചു നോക്കും. ചെയ്യുന്നതാണോ രാവിലെ എല്ലാം കൂടി മാറ്റാനും എല്ലാം കൂടി വേണമെങ്കിൽ നോക്കിക്കോ. ഇവിടെ എത്ര കയ്യേറ്റണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീട്ടിലെ ഇല്ലെങ്കിൽ ദാസ് ഇവിടെ വിട്ട് പാറ്റി വിട്ട് പോവാം. പോരെ, നിങ്ങൾ പേര് വെച്ച് ഞാൻ എഴുതി കൊടുക്കും. നാളെ നോക്കിക്കോ. നാളെ നോക്കിക്കോ. ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓർക്കുണ്ടോ? ഇനി കൊടുക്കും. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓർക്കുണ്ടോ? അന്ന് പുള്ളിക്കറിയാം. നിങ്ങൾ എത്ര വേണേ കൊടുത്തു. വീട്ടിലെ ഇരുത്തില്ലെങ്കിൽ ദാസല്ല. അത് തീരുമാനിക്കും. மீடியானோட சேனலை கூட்டு வந்து தாசில்தார் பேரு, நடராஜன் பேர் எல்லா பேரும் இந்த எவன் சொல்றேன் சொல்லி இத்தனை கையேற்றத்துக்கு பைசா இல்லை நாங்கள் கொடுக்காதனால தான் எங்கள் செட்டை போட்டான்னு சொல்லிட்டா போதும். சொல்ல அது பீடாக்கு ஆண்டு கொடுவி வரட்டும். எத்தனையோ கையை நடக்கும் இதெல்லாம் சொல்லி சும்மா சொல்லுவோம். ഒരു ജാല പൊളിച്ചാൽ ഒന്നും ഉണ്ടാക്കപ്പെടുന്നില്ല. അത് ഇനി എന്നെ ഉണ്ടാക്കാനാ. അതേസമയം താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ ഇവിടെ ഷെഡ് വെച്ച് താമസിച്ചിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിഴച്ച് ഇറക്കിവിട്ടത് ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്നും CPI ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് പറഞ്ഞു. അത് അവർ പറയുന്ന കള്ളവാണ്. എന്താണെന്ന് വെച്ചാല് ഇവിടെ ദേവുളത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് സ്പോർട്സ് തഹസിൽദാരും ഈ നടരാജൻ എന്നുള്ള പറയുന്ന ആളും ചേർന്നിട്ടാണ് കുറെ വർഷങ്ങളായി ഈ വൻകിട കയ്യേറ്റങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയും ഈ പാവപ്പെട്ടവൻ ഒരു ഷെഡ് കെട്ടിയോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് പൊളിച്ചു മാറ്റുകയാണ് പണി നടക്കുന്നത്. കടന്ന കുറെ വർഷങ്ങളായിട്ട് ഈ നടരാജൻ ഇവിടെ ഉള്ള ഇതുവരെ വർഷങ്ങളായിട്ട് കയ്യേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കാനുള്ള നടപടിയില്ല. അപ്പൊ നമ്മൾ പല പ്രാവശ്യം വൻകിട കയ്യേറ്റം മാത്രം ഒളിച്ചില്ല, ഈ പാവപ്പെട്ടവന്മാർ എന്തിനാ പൊളിക്കും ചോദിച്ചപ്പോ അത് മേലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണം
നിങ്ങൾ രാഷ്ട്രീയപ്പെട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാണ് നടരാജൻ നമ്മളോട് എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഒരു 5 എന്ന് പറഞ്ഞ കൊച്ചിനും അവരുടെ മോളെയും പിടിച്ചു വലിച്ച് അവൻ തള്ളി. അപ്പൊ ഞാൻ അത് ചോദിക്കാൻ പോയി, എന്തിനാ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് തള്ളുന്നത് ശരിയായ നടപടിയാണോ? ഇതിനെ ഞങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾ അകത്തു പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ എന്നെക്കുറിച്ച്, നടരാജൻ എന്ന് പറയുന്ന ആള് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അതുപോലെ കുറെ കാലങ്ങളായി ഇപ്പം ഈ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് RDO ഓഫീസിലാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത്. പക്ഷെ ഈ നടരാജൻ എന്ന് പറയുന്ന ആള് ഇത് അവരുടെ റൂമിൽ തന്നെ വെച്ചിട്ട് ഇത് മൊത്തം കച്ചവടം ചെയ്തു. പല പ്രാവശ്യം സബിനോടും പല പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ നടരാജൻ എന്ന് പറയുന്ന ആൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഇവരെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കണം, എന്നാലേ ഇവിടെ കയ്യേറ്റം കുറയും. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എല്ലാവരും പറയുന്നത് നടരാജൻ പറയപ്പോ പുള്ളിക്ക് വലിയ ആളെന്ന് ഒരു തോന്നലാണ്. പക്ഷെ പുള്ളി ഉള്ള സമയത്താണ് ഈ കയ്യേറ്റങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. വൻകിടക്കാരെ സംരക്ഷിക്കുന്നു, പാവപ്പെട്ടവനെ ഇതുപോലുള്ള ഷെഡ് വെച്ച് പൊളിക്കുന്ന ആൾ താമസിക്കാനുള്ള നിർവാഹമില്ലാതെ ഒരു സ്ഥിതിയാണ് നടക്കുന്നത്. ഏതായാലും കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസിന് LDFിൽ അർഹമായ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. ഏതെങ്കിലും ഒരു കക്ഷിക്ക് മുന്നണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും മുന്നണി തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. കേരള കോൺഗ്രസ് LDFിൽ എത്തിയ ശേഷം നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് നേട്ടമുണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കൂട്ടായി പരിശോധിച്ചു വരികയാണെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന മുന്നണിയിൽ കിട്ടുന്നുണ്ട്. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുമായോ മുന്നണിയിലെ ഘടകകക്ഷികളുമായോ കേരള കോൺഗ്രസിൻ്റെ യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. പ്രത്യേകിച്ച് ജില്ലയിലെ പൊതുവായ വിഷയങ്ങളിൽ, അത് ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്, ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്, വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ലയെ മാത്രം ബാധിക്കുന്ന നിരവധിയായ കാർഷിക പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ജില്ലയിലുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഗവൺമെൻറ്റിനെ സജീവമായി ഈ വിഷയങ്ങളിൽ ഇടപെടിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കേരള കോൺഗ്രസിന് പ്രത്യേക പരിഗണന എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കേരള കോൺഗ്രസിനോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ ഇടതുപക്ഷ മുന്നണിയിൽ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ട്. ഞങ്ങളതിൽ പൂർണ്ണമായും തൃപ്തരാണ്. കാര്യങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇടതുപക്ഷ മുന്നണി നാളിതുവരെയും മുമ്പോട്ട് പോയിട്ടുള്ളത്. കേരള കോൺഗ്രസ് അതിൽ സജീവ പങ്കാളികളായിട്ടുണ്ട്. യാതൊരു തലത്തിലും മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിനോ അതുപോലെ തന്നെ അനാവശ്യ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ കേരള കോൺഗ്രസ് ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ല. ആ രീതിയിലുള്ള ഇടപെടലുകൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മുന്നണി നേതൃത്വവുമായി കേരള കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് മുന്നണിയിൽ പറയുകയും അതനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുകയും അർഹിക്കുന്ന അംഗീകാരത്തോടുകൂടി പരസ്പരം ആശയവിനിമയം നടത്തി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ നിലപാടാണ് കേരള കോൺഗ്രസ് ഈ കാര്യങ്ങളിൽ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. നെടുങ്കണ്ടത്തെ KSEB ഓഫീസ് കെട്ടിടത്തിന്റെ വാടക അടയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ട സംഭവത്തിൽ വാടക കുടിശ്ശികയില്ലെന്ന് വ്യക്തമാക്കി KSEB രംഗത്ത്. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിന്റെ വാടക അടച്ചിട്ടില്ലെന്നാരോപിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കൃത്യമായി വാടക തുക അടയ്ക്കുന്നുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഹാളിലെ വൈദ്യുതി KSEB വിച്ഛേദിച്ചത്. ബില്ലടിക്കാൻ ഒരു ദിവസം വൈകിയതിനെ തുടർന്നായിരുന്നു നടപടി. തുടർന്ന് പഞ്ചായത്ത് ബിൽ തുക അടച്ചതോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു. അതേസമയം ടൗൺ ഹാളിന് സമീപത്തുള്ള പഞ്ചായത്ത് വക സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന KSEB മാസങ്ങളായി വാടക നൽകിയിട്ടില്ലെന്ന ആരോപണവുമായി പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തു വന്നു. പഞ്ചായത്ത് 3200ഓളം രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ KSEB പഞ്ചായത്തിന് നൽകാനുള്ളത് 1.5 ലക്ഷത്തിലധികം രൂപയാണ് എന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചത്. എന്നാൽ കൃത്യമായി വാടക തുക അടയ്ക്കുന്നുണ്ട് എന്ന് വൈദ്യുതി വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. ടോണി വ്യക്തമാക്കി. നെടുങ്കണ്ടത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ്. ഞങ്ങളുടെ രേഖകൾ ഞങ്ങൾ പരിശോധിച്ചില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇവ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. ഈ ഇലക്ട്രിക് ഡിവിഷൻ കട്ടപ്പന ഈ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ വാടകയുടെ എല്ലാ മാസവും അതാത് മാസത്തിന് ശേഷം ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള കൃത്യമായിട്ടുള്ള വാടക
അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയ് മാസത്തെ പാസ്സായിരിപ്പുണ്ട്. മെയ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5-ാം മാസത്തെ ഇവിടെ പാസ്സായിരിപ്പുണ്ട്. അടുത്ത ഇതിൽ അതും കൊടുക്കും. അല്ലാതെ ഒരു പൈസ പോലും അവർക്ക് പെൻഡിങ് ഇല്ല. അപ്പം ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും തെറ്റാണ്. ഏത് ഡേറ്റിലാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത്? പൈസ അടയ്ക്കുന്നു 20-ാം തീയതിക്ക് ശേഷമാണ് സാധാരണ അടയ്ക്കുന്നത്. നമ്മുടെ സൺറൈസ് ക്രെഡിറ്റ് വരുന്ന സമയത്ത് ആ സമയം ഈ മാസത്തിലെ 20 കഴിയുമ്പോഴത്തേക്കാണ്. ഈ മാസം ബാങ്ക് വഴി നേരിട്ട് നമ്മളല്ലാതെ കയ്യിൽ ചെക്ക് എഴുതി കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ നേരിട്ട് ബാങ്കിലാണ് വരുന്നത്. അവർ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പൈസ കിട്ടിയില്ല നമ്മൾ പറയുന്നതിനർത്ഥം അവർ ഈ പൈസ അവർക്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ വന്നിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം. പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും എല്ലാ മാസവും വാടക കൃത്യമായി അടയ്ക്കുന്നുണ്ടായെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. വൈദ്യുതി വകുപ്പിന്റെ വാടക അടക്കമുള്ള കാര്യങ്ങളിൽ ബാങ്ക് നേരിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. വാടക തുക ലഭ്യമായിട്ടുണ്ടോ എന്ന് പഞ്ചായത്ത് പരിശോധിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാപ് റോഡിൽ വാഹനങ്ങളിൽ അപകട അഭ്യാസ പ്രകടനത്തെ തുടർന്ന് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് RTOയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഗ്യാപ് റോഡിൽ പരിശോധന നടത്തി. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം മൂന്നാറിൽ നിന്നും ഗ്യാപ് റോഡ് ആണിയിറങ്കൽ വഴിയുള്ള വാഹനയാത്ര ആസ്വദിക്കാൻ മാത്രമായി നിരവധി സഞ്ചാരികൾ എത്താറുണ്ട്. കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നവരും നിരവധിയാണ്. കാറിന്റെ വിൻഡോയിലൂടെ ശരീരം പുറത്തേക്കിട്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് പതിവായതോടെയാണ് ഗതാഗത വകുപ്പ് കർശന നടപടിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞയിടെ 3 ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. ഇതോടൊപ്പം സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന കർശനമാക്കിയതായി എൻഫോഴ്സ്മെന്റ് RTO രാജീവ് KK പറഞ്ഞു. ായിട്ട് വരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ മൂന്നാർ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗത്തൂടി തലയും ശരീരമൊക്കെ പുറത്തേക്കിട്ട് മഞ്ഞ് ആസ്വദിക്കാനുള്ള രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഇത്തരത്തിൽ 3 കേസുകൾ നമ്മൾ പിടിക്കുകയും അവരുടെ ലൈസൻസ് 1 വർഷത്തേക്കും 6 മാസത്തേക്കായിട്ട് സസ്പെൻഡ് ചെയ്യുകയും എടപ്പാൾ IDTR ട്രെയിനിങ് സെൻറ്ററിലേക്ക് ക്ലാസ്സിനും കമ്മ്യൂണിറ്റി സെൻറ്ററായിട്ട് വർക്കിനുമായിട്ട് വിട്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ദേവികുളം താലൂക്കിലെ 2 സ്ക്വാഡുകളാണ്. ഒരു സ്ക്വാഡിനെ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ ദിവസവും പെട്രോളിങ്ങിന് ഇട്ടുണ്ട്. പിന്നെ നെടുങ്കണ്ടം സ്ക്വാഡും ഇവിടെ പെട്രോളിങ് നടത്തുന്നുണ്ട്. പരിശോധനകൾക്ക് പുറമെ ദേശീയപാത അധികൃതരുമായും പൊതുമരാമത്ത് വകുപ്പുമായും കൂടിയാലോചിച്ച് വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. അപകടകരമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അടിമാലി 200 ഏക്കറിന് സമീപം 3/4 ഏക്കറിൽ വെട്ടുക്കിളി ശല്യം രൂക്ഷമെന്ന് പരാതി. തടത്തിൽ വർഗീസിന്റെ കൃഷിയിടത്തിലാണ് വെട്ടുക്കിളി കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇവ കൃഷിയിടത്തിൽ പെരുകിയതെന്ന് വർഗീസ് പറഞ്ഞു. വാഴ, മുരിക്ക്, കുരുമുളക് ചെടി, ഏലം, കൊക്കോ, പച്ചക്കറികൾ എന്നിവയുടെ ഇലകളാണ് വെട്ടുക്കിളികൾ തിന്നു തീർത്തത്. സമീപത്തെ കൃഷിയിടങ്ങളിലും ശല്യം രൂക്ഷമാകുകയാണ്. കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൃഷിയിടത്തിൽ വെട്ടുക്കിളിയുടെ ശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇറങ്ങി കൃഷിവിളകളെല്ലാം തിന്ന് തീർക്കുകയാണ്. പച്ചയായിട്ടുള്ള അല്ലെങ്കിൽ പച്ചിലകൾ മുഴുവനും തിന്നുന്ന ഒരു പറവ ജീവിയാണ് വെട്ടുക്കിളി. അത് കൃഷിയിടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ളതെല്ലാം തിന്നുന്ന ഒരവസ്ഥയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇതുപോലെ ഈ കൃഷിയിടത്തിലിറങ്ങി ഒരു പ്രദേശം ആകെ നശിപ്പിച്ചിരിക്കുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂനുമ്മൽ കുരു എന്ന പോലെയാണ് വെട്ടുക്കിളിയുടെ ആക്രമണം. ഇതിന് കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഈ വെട്ടുക്കിളി ശല്യം നിയന്ത്രിക്കുവാനുള്ള ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്. കൊന്നത്തടി പഞ്ചായത്തിലെ ഇരുമലക്കപ്പ്, തെള്ളിത്തോട് മേഖലകളിലും വെട്ടുക്കിളി ശല്യം രൂക്ഷമാണ്. വെട്ടുക്കിളി ശല്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് കർഷകർക്ക് പ്രതിസന്ധിയാകും. കനത്ത വേനലിനെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ വെട്ടുക്കിളി ശല്യം കൂടി വിനയാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവച്ചു. +1 സീറ്റുകളിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത്. SSLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് ജില്ലയിൽ തന്നെ സൗകര്യമൊരുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസി ആവശ്യപ്പെട്ടു. SSLC പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ ജില്ലയിലെയും പീരുമേട് താലൂക്കിലെയും വിവിധ സ്കൂളുകളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി നിരവധി വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിച്ചിരുന്നു. എന്നാൽ ജില്ലയിൽ തന്നെ ഉപരിപഠനത്തിനായി ഇവർ നെട്ടോട്ടമോടുകയാണ്. ജില്ലയിൽ നിന്നും ഉപരിപഠനത്തിനായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവർ. ഈ സാഹചര്യം നിലനിൽക്കെയാണ് +1 സീറ്റ് അലോട്ട്മെന്റിലെ സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. SSLC
വിജയം കരസ്ഥമാക്കിയ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നതിൽ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും പരാജയമായിരിക്കും. ഇപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ മുഴുവൻ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം ജില്ലയിലെ പല മേഖലകളിൽ നിലനിൽക്കുകയും SLC കഴിഞ്ഞ് +1 +2 തുടർ പഠനത്തിന് സൗകര്യമൊരുക്കുന്നതിൽ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പല വിദ്യാർത്ഥികളും സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട ഗതികളിലേക്ക് നമ്മുടെ ജില്ല മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മാറ്റം ഉണ്ടാക്കുവാൻ ബന്ധപ്പെട്ട സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റുകളും തയ്യാറാകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത്. +1 പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. കുടുംബ വഴക്കിനെ ചൊല്ലി അയ്യപ്പൻകോവിൽ പുല്ലുമേട് സ്വദേശിനിയുടെ വീട്ടുപകരണങ്ങൾ മരുമകൻ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. ഇതോടെ പുല്ലുമേട് സ്വദേശിനിയായ കന്നിക്കല്ല് പുതുവേലിൽ ദേവി, മരുമകൻ കാരക്കാട്ടിൽ സാജുനെതിരെ കൊലപാതക ശ്രമത്തിനും മകൾ സുബശ്രീ ഗാർഹിക പീഡനത്തിനും പോലീസിൽ പരാതി നൽകി. പുല്ലുമേട് സ്വദേശിനി കന്നിക്കല്ല് പുതുവേലിൽ ദേവിയുടെ മകൾ സുബശ്രീയും കൗന്തി സ്വദേശി കാരക്കാട്ടിൽ സാജനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനമാണ് സുബശ്രീ നേരിട്ടതെന്നാണ് ആരോപണം. സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരികമായും മാനസികമായും സാജനും കുടുംബവും തന്നെ പീഡിപ്പിച്ചതായും യുവതി പറയുന്നു. നിരന്തരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ജനുവരിയിൽ സുബശ്രീ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് അറസ്റ്റിലായ സാജനെ റിമാൻഡ് ചെയ്തു. 2 മാസം കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സാജൻ ദേവിയുടെ തറവാട് വീടായ പുല്ലുമേട്ടിലെത്തി സുബശ്രീയെ ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ഇവർ പറഞ്ഞു. ഇതോടെ കുടുംബം പിതാവിന്റെ വീടായ തമിഴ്നാട്ടിലേക്ക് മാറി. ദേവി നൽകിയ പരാതി അന്വേഷിക്കാൻ ഉപ്പുതറ പോലീസ് വിളിച്ചതോടെ തമിഴ്നാട്ടിലായിരുന്ന ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുപകരണങ്ങൾക്ക് തീയിട്ട വിവരം അറിയുന്നതെന്ന് ദേവി പറയുന്നു. ഞങ്ങൾ ജനുവരി 1-ാം തീയതി പോയിട്ട് ഞങ്ങൾ ഉപ്പുതറ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടെ നിന്ന് പരാതി കൊടുത്ത് ജനുവരി 2-ാം തീയതി അവനെ റിമാൻഡിലാക്കി, പോക്സോ കേസ് എടുത്ത് റിമാൻഡിലാക്കി. എന്നിട്ട് അവനെ പീരിവേഡ് ജയിലിലായിരുന്നു. 2 മാസം ആകുമ്പോൾ അവരുടെ അമ്മ വക്കീലെ വെച്ച് പൈസ അടച്ച് അവനെ ഇറക്കിക്കൊണ്ട് വന്ന് അന്ന് തൊട്ട് ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ഭീഷണിയും അടിയും വഴക്കും പിന്നെയും വീണ്ടും തുടർന്ന് നടക്കുമായിരുന്നു. ഞങ്ങൾ ഈ ജീവനെ പേടിച്ചിട്ട് ഞങ്ങൾ ഓടി മാറുകയും ഞങ്ങൾ വീട്ടിൽ നിന്ന് പേടിച്ച് കടവ് തുറക്കാതെ ഞങ്ങൾ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ പെണ്ണിനെ വന്ന് അടിച്ച് ഇറക്കി കൊണ്ടുപോയി ചവക്കോട്ടയുടെ കത്തോലിക്ക പള്ളിയുടെ ചവക്കോട്ടയുടെ അവിടെ കൊണ്ട് 1 മണിക്കൂർ ഇരുത്തി KSRTC ബസ്സിൽ കയറ്റി കട്ടപ്പനയെല്ലാം കൊണ്ട് നടന്ന് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ കട്ടപ്പന സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു, SPക്കും പരാതി കൊടുത്തു, വീണ്ടും ഉപ്പുതറ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പേരിൽ ഞങ്ങൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. അതിൻ്റെ അന്വേഷണം തമ്മിൽ അടിച്ച പേരിലുള്ള അന്വേഷണത്തിൻ്റെ വയതാന്ന് പറഞ്ഞ് ഉപ്പുതറ സ്റ്റേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ചു. അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അന്വേഷണം വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട് കതക് തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സർവ്വ സാധനങ്ങളും കത്തിയിട്ടുണ്ട്. കുറച്ച് പൈസയും സാധനവും എല്ലാം ഉണ്ടായിരുന്നു, അതും ഇല്ല, തപ്പി എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ ഉടുക്കുന്ന നല്ല തുണി മൊത്തം പരക്കെ കത്തിച്ച് കളഞ്ഞവന്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉടുതുണി പോലും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്. തുടർന്ന് ഞങ്ങൾ ജീവനെ പേടിച്ച് ഞങ്ങൾ നടക്കുവാണ്. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ കയറി താമസിക്കാൻ പോലും ഇല്ല പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, തള്ളയും മകളും കൊച്ചുമായിട്ട്. താൻ നേരിട്ട പീഡനങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് സുബശ്രീ ആരോപിച്ചു. ஜெயிலில் இறங்கிட்டு வந்துட்டு என்னை அடித்து ரொம்ப கஷ்டப்படுத்திக்கிட்டு தான் இருந்தாங்க. என் கூட நீ இறங்கி வராட்டி உன்னை கொல்லுவேன், உன்னை நான் வாழ விட மாட்டேன், கேஸை வாபஸ் வாங்காட்டி நான் உன்னை சாகடிப்பேன், உங்கள் அம்மாவையும் கொல்லுவேன், உன்னையும் கொல்லுவேன், யாரையும் விட்டு வைக்க மாட்டேன், வீட்டை வந்து எரிப்பேன்னு தான் எனக்கு பல தடவை சொல்லியிருக்காங்க. வீட்டை எரித்து உங்கள் எல்லாத்தையும் நான் வந்து தடையில்லாமல் ஆக்கி விட்டு போயிடுவேன்லாம் சொல்லி என்னை மிரட்டினாங்க. மிரட்ட போயிட்டு நானும் சரி சமாதானமாக திரும்பி வந்தால் வாழ விட்டுன்னு சொல்லி சமாதானமாக பேசி வச்சுருந்தப்போ தான் இந்த மாதிரி எங்கள் வீட்டை வந்து எரித்து வச்சுட்டு போயிருக்கேன். இப்போ மறுபடியும் ஃபோன் போட்டு எங்களை டார்ச்சர் பண்ணிக்கிட்டே தான் இருக்காங்க. கேஸ் வாபஸ் வாங்க இப்போ வரைக்கும் எனக்கு ஃபோன் பண்ணி தான் கால் பண்ணி நான் இது நான் பண்ணலைன்ட்டே சொல்லியிருக்கான். நீ பண்ணலன்ட்டு நான் சொல்லலை, நீ பண்ணலன்ட்டே சொல்லிக்கிட்டு இருக்கீங்க. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിലുകൾ, അലമാരി, വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം കത്തി നശിച്ച നിലയിലാണ്. പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകി നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മാങ്കുളം വിരിഞ്ഞപാറ മേഖലയിൽ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതോടെ വനംവകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡാണ് വിരിഞ്ഞപാറ. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്.
പ്രദേശത്ത് നിരവധിയായ കർഷകർ താമസിച്ചു വരുന്നു. കാടിറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് പ്രദേശത്ത് വരുത്തുന്നത്. കൂട്ടമായാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നും വീടുകൾക്കരികിൽ വരെ എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസിയായ ഷിജു പോൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു 100ഓളം കുടുംബക്കാർ പരിസര പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇച്ചിരി സന്ധ്യ കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പേടിയാവുക. ഇപ്പം നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാച്ചുവട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിങ് ഉണ്ട് നിലവിൽ. അത് തകരാറിലായി പോയതാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇത്ര ആനശല്യം ഉണ്ടാവാൻ കാരണം. അവരൊന്നും നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഇതിപ്പം വീടിൻ്റെ പുറകുവശത്ത് ഈ മുറ്റത്തോടെ എല്ലാം വന്ന് ആന മുറ്റത്തോടെ വന്ന് നിന്ന് തിരക്കകത്ത് കിടക്കാൻ വരെ പേടിയാവുക. വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായി. ഇതിനോടകം നിരവധിയായ കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തി കാട്ടാനകൾ വാഴയും ഏലവും അടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു കഴിഞ്ഞു. വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒരു കൃഷിയിടം ഒഴിയുമ്പോൾ മറ്റൊരു കൃഷിയിടമെന്ന രീതിയിൽ കാട്ടാനകൾ സൂര്യവിഹാരം നടത്തുകയാണ്. രാത്രികാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. വീടുകൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണമുണ്ടായാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കാട്ടാനശല്യം കുറയ്ക്കാമെന്നും കർഷകർ പറഞ്ഞു. ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. ബൈസൺ വാലി 40 ഏക്കറിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ക്രാഷ് ബാരിയറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കാർ ഓടിച്ചിരുന്ന മുല്ലക്കാനം പുത്തൻപുരയ്ക്കൽ ജസ്റ്റു ജോസഫാണ് എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 6-നാണ് അപകടമുണ്ടായത്. 40 ഏക്കറിൽ നിന്ന് ജോസ്ഗിരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട ക്രാഷ് ബാരിയറിൽ ഇടിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്ന നവകുമാർ, ജെറിൻ, പ്രശാന്ത് എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റിരുന്നു. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ ഭരണസമിതിയിലെ അവശേഷിക്കുന്ന ഏകാംഗവും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ലൂക്കോസ് മണിയങ്ങാട്ട് അന്തരിച്ചു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. കട്ടപ്പന പഞ്ചായത്ത് ഭരണസമിതിയിലെ ഏറ്റവും പഴക്കം ചെന്ന അംഗം ശ്രീ ലൂക്കോസ് മണിയങ്ങാട്ട്, ശ്രീ പാപ്പൻചേട്ടൻ ഇന്ന് വെളുപ്പിന് നിര്യാതനായി. 1963 മുതലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ 16 വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്ന വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മേഖലയിലൊക്കെ ആളുകളെ നിലനിൽക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയിരുന്ന കാലഘട്ടം. ഇവിടെ കുടിയിറക്കും, അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരോടൊപ്പം നിന്ന് പോരാടുകയും അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ ലൂക്കോസ് മണിയങ്ങാട്ട്. അദ്ദേഹമാണ് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദേഹവിയോഗത്തിലുള്ള നമ്മുടെ നാടിൻ്റെ ആ ദുഃഖവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നാളെ 2:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ മിനി സ്റ്റേഡിയത്തിൽ നമ്മൾ പൊതുദർശനത്തിന് വെക്കുകയും കട്ടപ്പനയിലുള്ള എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതുമാണ്. ശവസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച രാവിലെ 10:45 വീട്ടിലാരംഭിച്ച് വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഹൈറേഞ്ചിന്റെ നാനാവിധമായ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ദീർഘനാൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കുകയും മദ്യവർജനത്തിനു വേണ്ടി പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് തീരാ ദുഃഖമായി അവശേഷിക്കുമെന്നും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അനുസ്മരിച്ചു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പശുമലയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതായി പരാതി. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുകൾ ഇളക്കി നീക്കിയത് പുനഃസ്ഥാപിക്കാത്തതിനാൽ പഴയകാല നിർമ്മാണത്തിലുള്ള കെട്ടിടം മഴയത്ത് നശിക്കുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവീകരണ പ്രവർത്തനങ്ങൾക്കായി കോൺട്രാക്ടർ കെട്ടിടം ഏറ്റെടുത്തത്. എന്നാൽ 2 മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുകൾ ഇറക്കി വെച്ചതല്ലാതെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നാണ് പരാതി. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത്
സത്യസന്ധമായി പറഞ്ഞാൽ 86 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്ന ആരോഗ്യവകുപ്പിൻ്റെ സ്ഥലം. അവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ദയനീയ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടിടം വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്നും ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവിടെ അതിനകത്ത് താമസിച്ചുകൊണ്ട് ഈ അടുത്ത ദിവസം അത് മെയിൻ്റനൻസ് എന്ന നിലയ്ക്ക് പണിയാൻ വരികയും മാർച്ച് അവസാനമാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ഓടെല്ലാം പൊളിച്ചു മാറ്റി. പഴയകാല കെട്ടിടമാണ്, കരികല്ല് കൊണ്ടുള്ള നല്ല വൃത്തിയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഓടെല്ലാം പൊളിച്ചു മാറ്റി. ഈ നിമിഷം വരെ അതിൻ്റെ പുറത്തിൽ പണിതാക്കൊണ്ട് പോലും വലിച്ചിട്ടില്ല. ആ കെട്ടിടം തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടം വെയിലും മഴയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ബ്ലോക്കിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതി ഫോൺ എടുക്കുന്നില്ല. എടുത്ത പറയുന്നത് അതിന് DPCയുടെ അംഗീകാരമില്ല, ഫണ്ട് വന്നപ്പോൾ സ്പിൽ ഓവറായിപ്പോയി എന്നൊക്കെയാണ്. എന്തു തന്നെയാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അടിയന്തരമായി ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര കയറ്റി സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പണി പൂർത്തീകരിക്കുകയോ ചെയ്യണം. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ മാർച്ച് അവസാനമായതോടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതിരുന്നതിനാൽ കെട്ടിട നവീകരണത്തിന് അനുവദിച്ച തുക സ്പിൽ ഓവറിലേക്ക് മാറിയിരുന്നു. വണ്ടിപ്പെരിയാർ CHUCയിൽ ജോലിയുള്ള 6ഓളം ജീവനക്കാരാണ് ഇവിടെ താമസിച്ചു വരുന്നത്. അനാഥമായി കിടന്നിരുന്ന കെട്ടിടം നാശത്തിലേക്ക് പതിക്കാതിരിക്കുന്നതിനും ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള കെട്ടിടത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇനിയും അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുമായാണ് കെട്ടിടം നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ലെന്നാണ് പരാതി. KSSP ഇടുക്കി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. KSSP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങളോട് പിണറായി സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ പ്രജകളെ കാണാൻ രാജാവ് വരുന്നതുപോലെ AC ബസ്സിൽ ജനങ്ങളെ കാണാൻ വരാനേ മുഖ്യമന്ത്രിക്ക് അറിയൂ. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതിന് ഉദാഹരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. UDF പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർക്ക് പുറമെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഡീൻ കുര്യാക്കോസിന് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം വിജയിച്ചത് എന്ന KSSPA നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി പറഞ്ഞു. ആ പ്രതിഷേധം നമ്മൾ അറിയിച്ചത് വോട്ടിൽ കൂടിയാണ്. ജനങ്ങൾ ആ പ്രതിഷേധം അറിയിച്ചത് വോട്ടിൽ കൂടിയാണ്. അത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞത് നമ്മളും നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആളുകളും കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും നമുക്കും നമ്മുടെ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം അത്രയ്ക്ക് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരും കേരളത്തിൻ്റെ ജനങ്ങളെ മുഴുവൻ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പെൻഷൻ പോലും കൊടുക്കാതെ റേഷൻ കടകളിൽ കൊടുക്കേണ്ട ആവശ്യ വസ്തുക്കളൊന്നും തന്നെ അവിടെ ഇല്ലാതെ മാവേലി സ്റ്റോറുകളും അതോടൊപ്പം തന്നെ കുറച്ച് സൗജന്യമായി കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജനങ്ങൾ വിഷമിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും AC ബസ്സിൽ കയറി ജനങ്ങളെ കാണാൻ വരുന്ന കാഴ്ച പണ്ട് നമ്മൾ കഥകളിൽ വായിച്ചതുപോലെ രാജാവും മന്ത്രിയും പരിവാരവും ഇങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ പ്രജകളെ കാണാൻ വരുന്നത് പോലുള്ള യാത്രകളായിരുന്നു. ഈ വർഷം സംഘടനയിൽ പുതുതായി അംഗങ്ങളായി കടന്നു വന്നവരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. അസോസിയേഷൻ ഇടുക്കി ജില്ലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് AD ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PK ഷാജി, സംസ്ഥാന സമിതി അംഗം KA മാത്യു, PS രാജപ്പൻ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സണ്ണി മാത്യു, ജോസ് വെട്ടിക്കാല, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസഫ് പെരുന്നോലിൽ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ടൗണിൽ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലെ വൻ ഗർത്തങ്ങൾ ഭീഷണിയാകുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഭാഗത്തു നിന്നും ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട യാത്രക്കാരും ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ടൗണിൽ തിരക്കേറുമ്പോൾ നിരവധി യാത്രക്കാർ ഈ റോഡിനെ ആശ്രയിക്കാറുണ്ട്. കൂടാതെ നിരവധി വീട്ടുകാരും ഈ വഴി ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഈ വഴിയുടെ അവസ്ഥ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇത് എങ്ങനെയാണെങ്കിലും നന്നാക്കണം. കാരണം ബൈപ്പാസിലോട്ട് പോകുന്ന ഒരു ക്രോസ് റോഡാണിത്.
ഇതിൽ ഒരുപാട് വാഹനങ്ങൾ, അതായത് ഇവിടുത്തെ ഗതാഗത കുരുക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പല വണ്ടികളും ഇതിലെയാണ്, പല വാഹനങ്ങളും ഇതിലെയാണ് വരുന്നത്. പക്ഷേ വളരെ അപകടാവസ്ഥയിലുള്ള ഒരു സ്ഥിതിയാണ് നമ്മളിവിടെ കാണുന്നത്. വീതി കുറഞ്ഞ റോഡിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തിൽ വീണ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി വന്ന കാർ കുഴിയിൽ അകപ്പെട്ടിരുന്നു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളും ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ താമസിക്കുന്നവരുമായ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് KC ജോർജിനെയും മികച്ച നേട്ടം കൈവരിച്ചവരെയും യോഗത്തിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു. ഇന്ത്യയിലെ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസം മാറണമെന്നും ഇന്നത്തെ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രതീക്ഷയോടുകൂടി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ഒരു പിന്തുണ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 75 വർഷക്കാലം കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് വളർന്നു വരുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണോ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അല്ല എന്ന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ വളർന്നു വരുന്ന തലമുറയെ കാലഘട്ടത്തിനനുസരിച്ച് വാർത്തെടുക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. കട്ടപ്പന CSC ഗാർഡനിൽ നടന്ന ചടങ്ങിൽ 250 വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ ഓരോ നിലയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എത്തിക്കുന്നത് എന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഒരു ഇതുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പഠിച്ച കാലത്ത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ മക്കളാരും കഷ്ടപ്പാടും ദുരിതവും എന്നും അറിയരുത് എന്ന് ചിന്തിച്ച് മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് മാതാപിതാക്കന്മാർ നോക്കുന്നത്. പക്ഷെ ആ മക്കളോ ഇവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ അവരുടേതായ രീതിയിൽ അവർ മാറുന്നു. മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, വീടിനെയും നാടിനെയും മറക്കരുത്. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ, നഗരസഭാ കൗൺസിലർമാരായ ജോയി ആനത്തോട്ടം, മനോജ് മുരളി, സിജു ചക്കുമൂട്ടിൽ, ഏലിയാമ്മ കുര്യാക്കോസ്, ഐബിമോൾ രാജൻ, ബീന സിബി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ TJ ജേക്കബ്, ജോയി പുരുനോലിൽ, ബാബു ഫ്രാൻസിസ്, സിനു വാലിമേൽ, KS സജീവ്, അരുൺ, ശാന്തമ്മ സോമൻ, സിന്ധു വിജയകുമാർ, സെക്രട്ടറി റൂബിൻസ് ജോർജ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നടത്തുന്നതിന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. SLC കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലർക്കും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ ജില്ലയിലെ വിദ്യാർത്ഥികൾ ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കടന്നു ചെല്ലുന്ന മേഖലകളെന്ന് പറയുന്നത് പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ +2 കഴിഞ്ഞ് ക്യാമ്പസിലോട്ടൊക്കെ കടന്നു ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവിടെയെല്ലാം ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് നിങ്ങൾ മാറണം, നിങ്ങൾ നിലകൊള്ളണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.
DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തോട്ടം മേഖലയിൽ നിന്ന് BSc നഴ്സിംഗ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗീതു ജി കൃഷ്ണയെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, ഷാരി ബിനു ശങ്കർ, DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, പ്രിയങ്ക മഹേഷ്, SA ജയൻ, അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പുൽമേടുകളിൽ തീറ്റ തേടി നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് നൽകുന്നതാകട്ടെ നയന മനോഹര കാഴ്ചയും. കാടിറങ്ങുന്ന കാട്ടാനകൾ ആശങ്ക മാത്രമല്ല, ചിലപ്പോഴെങ്കിലും കണ്ണുകൾക്ക് കൗതുക കാഴ്ചയും നൽകാറുണ്ട്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിന് സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിക്കുന്ന കാഴ്ചയാണിത്. ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളടക്കം കൂട്ടമായുമൊക്കെ ഇവിടെ കാട്ടാനകൾ തീറ്റ തേടിയും വിശ്രമിച്ചുമൊക്കെ നടക്കാറുണ്ട്. മഴ പെയ്തതോടെ ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ ഇളം പുല്ലുകൾ കിളിർത്ത് ആനകൾക്ക് തീറ്റ വേണ്ടുവോളം നൽകുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്കപ്പോഴും ഇതുവഴി കടന്നു പോകുന്നവർക്ക് കാട്ടാനകൾ മേയുന്ന കൗതുക കാഴ്ച കാണാം. ആനച്ചന്തം മതി വരുവോളം കണ്ടും ചിത്രങ്ങൾ പകർത്തിയും മാത്രമേ സഞ്ചാരികൾ യാത്ര തുടരാറുള്ളൂ. മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ തീരത്ത് തീറ്റ തേടി നടക്കുന്ന കാട്ടാനകളുടെ കാഴ്ചയും സഞ്ചാരികളെ രസിപ്പിക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ ജലാശയത്തിലിറങ്ങി നീരാട്ട് നടത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും സഞ്ചാരികൾ കാണാറുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 149, വിൽപ്പനയ്ക്ക് വന്നത് 37,562, വിൽപ്പന നടന്നത് 36,163, കൂടിയ വില 2,749, ശരാശരി വില 2,284. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,640 രൂപ, വെള്ളി 97. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുത്തുമെന്ന് CPI ലോക്കൽ സെക്രട്ടറി പറയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം ദേവികുളത്ത് സർവേ നമ്പർ 20/1-ൽപ്പെട്ട ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന ഷെഡ് പൊളിച്ചു നീക്കുന്നതിനിടെ. എന്നാൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും CPI ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ്. കേരള കോൺഗ്രസിന് LDF-ൽ അർഹമായ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. ഏതെങ്കിലും ഒരു കക്ഷിക്ക് മുന്നണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി തോന്നിയിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കൂട്ടായി പരിശോധിച്ചു വരികയാണെന്നും ജോസ് പാലത്തിനാൽ. നെടുങ്കണ്ടത്തെ KSEB ഓഫീസ് കെട്ടിടത്തിന്റെ വാടകയടയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ട സംഭവത്തിൽ വാടക കുടിശ്ശികയില്ലെന്ന് വ്യക്തമാക്കി KSEB. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിന്റെ വാടക അടച്ചിട്ടില്ലെന്നാരോപിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം. ഗ്യാപ് റോഡിൽ വാഹനങ്ങളിൽ അപകട അഭ്യാസ പ്രകടനത്തെ തുടർന്ന് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഗ്യാപ് റോഡിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് RTOയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.